ഈ ദൈവം സഹായിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ കൂട്ടാരുടെ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ കടന്നു വരാനുള്ള കാരണം അതാണ്. ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സുവിശേഷം, ജീവനുള്ള ദൈവത്തിന്റെ ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാനാജാതി മതസ്ഥരിൽ ഞങ്ങൾ പ്രഘോഷിക്കുന്നതിന് കാരണം ആ യേശു ക്രിസ്തു സത്യദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, നിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടാകും. നിന്റെ മനസ്സിന്റെ സ്വകാര്യ വേദനകൾ ഉണ്ടാകും. ആരോടും വെളിപ്പെടുത്താത്ത ദുഃഖങ്ങളുമായി നീ ഇന്ന് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. ഒരുപക്ഷെ സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കും. ജീവിത പ്രതിസന്ധികൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് സങ്കടപ്പെട്ട് ഒരുപക്ഷെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വ്യക്തിയായിരിക്കും. നിന്റെ ജീവിതത്തെ ഇന്ന് സഹായിക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബൈബിളിൽ അതുകൊണ്ട് ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു നിന്നോട് സംസാരിക്കുന്ന, സംവദിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ കൂടുതൽ നീ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ മൊബൈൽ ഉണ്ടല്ലോ. നിങ്ങൾ മൊബൈലിൽ പ്ലേ സ്റ്റോർ തുറന്ന് ഹോളി കാത്തലിക് ബൈബിൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ ബൈബിൾ ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധ ബൈബിൾ നിന്റെ സന്തത സഹചാരിയായി മാറും. നിന്റെ കിടപ്പുമുറിയിലും നിന്റെ ജോലി സ്ഥലത്തും നിന്റെ വാഹന യാത്രയിലും, അതുപോലെ തന്നെ നീ എപ്പോഴെല്ലാം നീ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ ആ സമയങ്ങളിൽ നിന്റെ മൊബൈലിലുള്ള വിശുദ്ധ ബൈബിൾ വായിച്ചാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറും.